ഇപ്പോൾ ഞാൻ പോകുന്നത് വേങ്ങരയിലെ മഹാനരായ കോയപ്പാപ്പ അവർകളുടെ മഹാനരായ കോയപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഒരു കാലഘട്ടത്തിൽ നിരവധി കറാമത്തുകൾ കാണിച്ച വലിയ മഹാനരാണ് വേങ്ങര കോയപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അവരുടെ തിരുഹദറത്തിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും വലിയ കറാമത്തുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാനരായ കോയപ്പാപ്പ. എനിക്കറിയാം, ഞാനിവിടെ വരുമ്പോഴൊക്കെ ബസ്സിറങ്ങി സ്കൂൾ കുട്ടികൾ ഇതിലൂടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ പെൺകുട്ടികളും അതുപോലെ ആൺകുട്ടികളും ഇവിടെ സിയാറത്ത് ചെയ്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ ഹാസിലാക്കുന്ന കാര്യത്തിൽ മനസ്സിലുള്ള മുറാദുകൾ കോയപ്പാപ്പയുടെ മക്കാമിൽ ഹദറത്തിൽ ചെന്ന് പറഞ്ഞാൽ ഹാസിലാകുമെന്ന് കുട്ടികൾക്ക് പോലും അറിയാം. ഇവിടെ ഈ കോയപ്പാപ്പ ട്രസ്റ്റ്, അതിൻ്റെ കീഴിൽ LKG UKG ഒരു നഴ്സറി സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മഹാനരായ കോയപ്പാപ്പ റളിയല്ലാഹു അൻഹു അവരുടെ ഈ മഖാമ് ഇങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഇട്ടാൽ പോരാ, വേങ്ങരയും മമ്പുറം ആകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മമ്പുറം പോലെ വേങ്ങരയും വേങ്ങര കോയപ്പാപ്പയുടെ ഹദറത്തും വിപുലീകരിക്കണം, വികസിക്കണം. ഇവിടെ ധാരാളം ആളുകൾ സിയാറത്തിന് വരാറുണ്ട്. കോയപ്പാപ്പയുടെ ഉറൂസിൻ്റെ സമയത്ത് ധാരാളം ആളുകൾ ബറക്കത്തിൻ്റെ ആ ഭക്ഷണം ഒന്ന് കരസ്ഥമാക്കാൻ വേണ്ടി നീണ്ട ക്യൂ ഇവിടെ കാണാവുന്നതാണ്. കോയപ്പാപ്പയുടെ ഉറൂസ് നടക്കുന്ന സമയത്ത് നീണ്ട ക്യൂ കാണാവുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും ഞാൻ കണ്ടു ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഈ കോയപ്പാപ്പയുടെ ഹദറത്ത് സ്കൂൾ വിട്ട് ഈ കോയപ്പാപ്പയുടെ ഹദറത്തിലൂടെ റോട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇന്നും ഞാൻ കണ്ടു അവർ കോയപ്പാപ്പയുടെ ഹദറത്തിലേക്ക് ഹദിയകൾ, നേർച്ചകൾ ഈ പെട്ടിയിൽ നിക്ഷേപിക്കുന്നത് ഇന്നും ഞാൻ കണ്ടു. അവരുടെ ഉദ്ദേശങ്ങൾ സഫലമാകുന്നത് കൊണ്ടാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കോയപ്പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് ഹിജ്റ 1404 ദുൽഖഅദ് 5-നാണ്. ഇവിടെ കൃത്യമായി കാണാം. അതുപോലെ 1984 ഓഗസ്റ്റ് 3 വെള്ളിയാഴ്ചയാണ് കോയപ്പാപ്പ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഇവിടെ എല്ലാ വർഷവും വിപുലമായി ഉറൂസ് നേർച്ച നടക്കാറുണ്ട്.
ഇവിടെ ഈ കോയപ്പാപ്പ ട്രസ്റ്റിൻ്റെ കീഴിൽ നഴ്സറി പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ്. പള്ളികളെ നാർച്ചപ്പെട്ടിക്ക് ഇവരോട് ചോദിച്ചോക്കാം. നാർച്ചപ്പെട്ടി ഇതൊക്കെ ഇവിടെ പള്ളിവകളിലെന്ന് അവിടെ ചോദിച്ചു. ഇവിടെ സ്ത്രീകൾക്കുള്ള സൗകര്യമാണ്. സ്ത്രീകൾക്ക് സിയാറത്തിന് വരുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നഴ്സറി. ഈ ഭാഗത്താണ് നഴ്സറി. ഇതിൻ്റെ മേലെ നഴ്സറി പ്രവർത്തിക്കുന്നത്. പിന്നീട് ഉറൂസിൻ്റെ സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നത് ഈ ഭാഗത്താണ്. ധാരാളം ആളുകൾ ഭക്ഷണം ബറക്കത്തിന് വേണ്ടി ഒരു വറ്റ് തൻ്റെ ശരീരത്തിലേക്ക് നൽകാൻ വേണ്ടി ബറക്കത്തിന് വേണ്ടി ഭക്ഷണം വാങ്ങാൻ വരുന്നത്. ഭക്ഷണം ഇങ്ങോട്ടാണ്. ഭക്ഷണം ഇവിടെയാണ് പാകം ചെയ്യപ്പെടുന്നത്. ഉറൂസിൻ്റെ സമയത്ത്, നേർച്ചയുടെ സമയത്ത് ഒരുപാട് ചെമ്പുകൾ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. ഇവിടെ വച്ച് കഴിക്കാനും സൗകര്യം ഏർപ്പെടുത്താറുണ്ട് ഉറൂസിന് വരുന്നവർക്ക്. സത്യത്തിൽ ഇവിടെ സൗകര്യം കോയപ്പാപ്പയുടെ നേർച്ച നടത്താൻ, ഉറൂസ് നടത്താൻ ഇവിടെ സൗകര്യം കുറവാണ് എന്നാണ് പലപ്പോഴും കോയപ്പാപ്പ ആണ്ടിന് ഉറൂസിന് നേർച്ചയ്ക്ക് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒന്നുകൂടി വികസിപ്പിക്കേണ്ടതുണ്ട്. ധാരാളം ആളുകൾ ചില സമയത്ത് ഒരുപാട് ആളുകൾ കൂട്ടത്തോടെ സിയാറത്ത്, ബസ്സിലും മറ്റും വന്ന് കൂട്ടത്തോടെ സിയാറത്ത് ചെയ്യുന്നത് കാണാം. മഷ്ഹൂറാണ് കോയപ്പാപ്പ. വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞാൽ അറിയാത്ത മുസ്ലിം നമ്മുടെ കേരളക്കരയിൽ ഉള്ള മുസ്ലിങ്ങൾ അറിയാത്തത് വളരെ കുറവായിരിക്കും, കേരളത്തിന് പുറത്തും. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ മമ്പുറം പോലെ തന്നെ ഇവിടെയും സിയാറത്ത് ചെയ്യാനും മറ്റും ഉറൂസ് വലിയ രൂപത്തിൽ ഉറൂസ് നടത്താനും മറ്റും സൗകര്യം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇഷ്ടം പോലെ ആളുകൾ ഉറൂസിൻ്റെ സമയത്ത്, ചില സമയങ്ങളിലാണ് ഇവിടെ ആളുകൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ കൂട്ടത്തോടെ ആളുകൾ ബസ്സിലും മറ്റും വരാറുണ്ട് സിയാറത്ത് ചെയ്യാൻ വേണ്ടി. ചില സമയങ്ങളിൽ മക്കാമും നിറയാറുണ്ട്. അപ്പോൾ ആണ്ട് നേർച്ചയുടെ സമയത്ത്, ഉറൂസിൻ്റെ സമയത്ത് വൻ ജനാബലി എത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടന്നാൽ പോരാ, ഒരു ഇടുങ്ങിയ ഈ ഭാഗത്ത് വേങ്ങര ടൗണിൽ ഇങ്ങനെ ഒരു കുടുസായ രൂപത്തിൽ ഇങ്ങനെ കിടന്നാൽ പോരാ. വേങ്ങര മഹാനരായ കോയപ്പാപ്പ വലിയ മഹാനാണ്. ഈ വേങ്ങരയിൽ വലിയൊരു സിയാറത്ത് കേന്ദ്രമായി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിനെ മാറ്റണം. അതിനു വേണ്ടി കഴിവുള്ളവരെല്ലാം, പ്രത്യേകിച്ച് നല്ല സാമ്പത്തിക ശേഷിയുള്ളവരെല്ലാം മുന്നോട്ട് വരണമെന്ന് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്. സ്ഥലമൊക്കെ വാങ്ങണമെങ്കിൽ നല്ല ക്യാഷ് വേണമല്ലോ. അതുകൊണ്ട് അതിന് സാമ്പത്തികമായി സാധിക്കുന്നവർ, അത് നിങ്ങൾക്ക് നാളെ ആഖിറത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. ഈ കോയപ്പാപ്പ മക്കാമ് ഇതൊക്കെ കണ്ടിട്ടും
സാമ്പത്തിക ശേഷി ഉള്ളവർ അതിന് സഹായിക്കാതെ, ഇത് വികസിപ്പിക്കാൻ സഹായിക്കാതെ നിൽക്കുന്നത് അത് മോശമാണ്. ഇതിന് മുന്നോട്ട് വരുന്നവർക്ക് തീർച്ചയായും ആഖിറത്തിൽ അത് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. ആനരായ കോയപ്പാപ്പയുടെ മഖാമ് പരിസരവും വികസിപ്പിച്ച് വലിയ ഒരു സിയാറത്ത് കേന്ദ്രമാക്കി ഇതിനെ മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി സാമ്പത്തിക ശേഷിയുള്ള സമ്പന്നരായ ആളുകളോട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ വലിയ ഒരു നിധി, സ്വർഗത്തിൽ വലിയ നേട്ടം അത് കാരണം ലഭിക്കും. തീർച്ചയായും സാമ്പത്തിക ശേഷി നല്ല സമ്പന്നരായ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർ മുന്നോട്ട് വന്നാൽ ഇതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, വേങ്ങരയും മമ്പുറമായി മാറണം, വേങ്ങരയും മമ്പുറമാകണം. മമ്പുറം പോലെ കോയപ്പാപ്പയുടെ ഹദ്റത്ത് വികസിക്കണം. അതിനുവേണ്ടി സാമ്പത്തിക ശേഷിയുള്ളവരെല്ലാം മുന്നോട്ട് വരണമെന്ന് വളരെ വിനീതമായി കോയപ്പാപ്പയുടെ ഹദ്റത്തിൽ വെച്ച് നിങ്ങളോട് അപേക്ഷിക്കുന്നു.